Hello everyone, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയമാണ് വിറ്റാമിൻ സി സെറം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. വിറ്റാമിൻ സിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് വിറ്റാമിൻ സി. കാരണം ഇന്നിപ്പോ നമ്മൾ ഇന്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സി നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ സ്കിന്നിനും യോജിക്കുന്നു എന്നുള്ളതാണ്. അതായത് സെൻസിറ്റീവ് ആയാലും ശരി, ഒരു ഡ്രൈ ടു ഓയിലി, ഏത് സ്കിന്നിനും നമുക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഒരുമാതിരിപ്പെട്ട കുറെ പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് ശരിക്കും പറയാം എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. പല സ്കിന്നിനും പല പല പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ വിറ്റാമിൻ സി ഓൾമോസ്റ്റ് എല്ലാ സ്കിന്നിനും സൂട്ടബിൾ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രേറ്റ് ചെയ്യുന്ന മൂലം നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആവും, നല്ല ഒരു കളറൊക്കെ ഉള്ളമായിട്ടുള്ള ഒരു ഫീല് വരും. അതേപോലെ ഇത് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും നമ്മുടെ സ്കിന്നിന്. അതേപോലെ അൺഈവൻ സ്കിൻ ടോൺ, അതായത് ഇപ്പൊ പല ഭാഗത്തും പല ചെറിയ കളർ വ്യത്യാസങ്ങളുള്ളതൊക്കെ പതുക്കെ വിറ്റാമിൻ സിയുടെ ഉപയോഗം മൂലം നമുക്ക് പതുക്കെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ് വിറ്റാമിൻ സി. അതായത് 2 നേരമൊക്കെ ഈ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യണമെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിന് വേറൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുന്നുള്ളതാണ്. കൊളാജൻ നമ്മുടെ സ്കിന്നിന് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻ സി നമുക്കൊരു മസ്റ്റ് ഹാവ് സ്കിൻ കെയർ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും തന്നെ വിറ്റാമിൻ സി യൂസ് ചെയ്യുക. യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഓൾറെഡി മാർക്കറ്റിൽ ഒരുപാട് വിറ്റാമിൻ സിയുടെ സെറം അവൈലബിൾ ആണ്. എന്നാൽ ഒരുമാതിരിപ്പെട്ട എല്ലാം തന്നെ നല്ല കോസ്റ്റ്ലിയാണ്. ഞാൻ ശരിക്കും ഓൾറെഡി 2-3 മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല കോസ്റ്റാണ്. ആദ്യമൊക്കെ ഞാൻ മേടിച്ച 10,000 ചില്ലാൻ രൂപയൊക്കെ ആയിരുന്നു. ഇപ്പൊ റീസെന്റ് ഞാൻ ഒരു 1000-600 റേഞ്ചിലൊക്കെ സംഭവം കണ്ടുവച്ചിട്ടുണ്ട്. എങ്കിലും അത് നല്ല കോസ്റ്റാണ്. അപ്പൊ അത് കാരണം ഒരു ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ സി സെറം നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം, അതായത് കുറച്ച് പൈസ മുടക്കിയിട്ട് വിറ്റാമിൻ സി സെറം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വിറ്റാമിൻ സി സെറം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ആദ്യം വേണ്ട വിറ്റാമിൻ സി ആണ്. അപ്പോൾ വിറ്റാമിൻ സി എവിടെ കിട്ടും? 2 കാര്യങ്ങളാണ് നമുക്ക് വിറ്റാമിൻ സി കിട്ടണം. ഒന്ന് വിറ്റാമിൻ സി ടാബ്ലറ്റ് കിട്ടും. അതായത് ഒരു സെലിൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ഇപ്പോൾ മാർക്കറ്റിൽ അധികം അവൈലബിൾ ആയിട്ടുള്ള സെലി 500 mg. ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ ടാബ്ലറ്റ്. ഒന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എൽ-എസ്കോർബിക് ആസിഡ്, അതായത് വിറ്റാമിൻ സിയുടെ പൗഡർ രൂപത്തിലുള്ള ഒരു സംഭവമാണ്. ഇത് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. ഓക്കെ, ഇത് രണ്ടുമാണ് വിറ്റാമിൻ സിന്റെ ഒരു മെയിൻ കണ്ടന്റ്, അതായത് നമ്മുടെ സെറം ഉണ്ടാക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയി വിറ്റാമിൻ സിയുടെ ഈ ടാബ്ലറ്റ്സ് മേടിച്ച് നമുക്ക് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് മേടിക്കാം. ഇതിൽ ഒരു ചെറിയ പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബ്ലറ്റ്സ് ആകുമ്പോൾ അത് ഡൈല്യൂട്ട് ആവാനായിട്ട് ഒരു ഇത്തിരി ടൈം എടുക്കും. അതേസമയം നമ്മുടെ എൽ-എസ്കോർബിക് ആസിഡ് ആകുമ്പോൾ പൗഡർ രൂപത്തിലാണ് വരുന്നത്, ഈസി ആയിട്ട് ഡൈല്യൂട്ട് ആവും. അപ്പൊ ആദ്യം ഇതിൽ രണ്ടെങ്കിലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മേടിക്കുക. എന്റെ ചോയ്സ് എൽ-എസ്കോർബിക് ആസിഡ് മേടിക്കുക എന്നുള്ളതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിന് നമുക്ക് നമ്മുടെ ഇവിടെ ഷോപ്പിൽ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ റോസ് വാട്ടർ ഓർ ഡിസ്റ്റിൽ വാട്ടർ. ഞാൻ വീട്ടിൽ ഇവിടെ തന്നെ റോസ് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള കാരണം ഞാൻ റോസ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വിറ്റാമിൻ ഇ ടാബ്ലറ്റ്സ്, അതും മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. വളരെ ചെറിയ പൈസ തന്നെ ഒരു വന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടിയ 4 കാര്യങ്ങളാണ്. ഒന്ന് എൽ-എസ്കോർബിക് ആസിഡ് പൗഡർ ഓ വിറ്റാമിൻ സി ടാബ്ലറ്റ്. അതിൽ 2-ൽ ഏതെങ്കിലും ഒരെണ്ണം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എൽ-എസ്കോർബിക് ആസിഡ് പൗഡറാണ്. രണ്ടാമത്തെ റോസ് വാട്ടർ, ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിൻ, പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ. വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്ഷണൽ ആണ്. പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം പെട്ടെന്ന് ഓക്സിഡൈസ് ആകില്ല. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോണ ശരിക്കും പറഞ്ഞാൽ ഒരു 20% വിറ്റാമിൻ സി ഉള്ള ഒരു സെറമാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ എൽ-എസ്കോർബിക് ആസിഡ് എടുക്കുക, ഒരു ബൗൾ എടുക്കുക, ബൗളിലേക്ക് അത് ഇടുക. അതിനുശേഷം 1 ടീസ്പൂൺ ഗ്ലിസറിൻ,
പിന്നീട് 2 ടീസ്പൂൺ റോസ് വാട്ടർ, ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ. റോസ് വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ ഈ 3 ഐറ്റം ആദ്യം നിങ്ങൾ മിക്സ് ചെയ്യുക. അതായത് വിറ്റാമിൻ സിയുടെ പൗഡർ, റോസ് വാട്ടർ ആൻഡ് ഗ്ലിസറിൻ. ഇത് 3ഉം മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു 8ന്റെ പണിയാണ് ഈ മിക്സിങ്. കാരണം ഇതിന്റെ കളർ ഒരു വൈറ്റ് കളർ ആവും ഇത് ശരിക്കും ഇതൊക്കെ നമ്മൾ ഇട്ട് ചെയ്യുമ്പോൾ. പക്ഷെ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഈ വൈറ്റ് കളർ പോകണം. ഓക്കെ, ശരിക്കും അങ്ങോട്ട് പോയി കിട്ടുമൊന്നുമില്ല, എന്നാലും ഒരുമാതിരിയൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. പക്ഷെ ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ അടിച്ചടിച്ച് മിക്സ് ചെയ്യണം. ഇത് ഒരു കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വിറ്റാമിൻ ഇയുടെ ഈ ക്യാപ്സൂൾ പൊട്ടിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്യാവുന്നതാണ്. അത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നല്ല രീതിയിൽ ഇത് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഏതാണ്ട് ഒരു 15 മിനിറ്റോളം, 10-15-20 മിനിറ്റോളം മിക്സ് ചെയ്തിട്ടാണ് എനിക്കൊരു ചെറിയൊരു കളർ ചേഞ്ച് അതിൽ വന്നത്. ഇത് ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിന് കളർ ചേഞ്ച് വരും. അതിൻ്റെ ആ പൊടി രൂപമൊക്കെ അങ്ങോട്ട് ഒഴിവായി കിട്ടും. അതിനുശേഷം ഒരു ആംബർ ഗ്ലാസ് ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് കളർ ബോട്ടിലാണ്. അതായത് നമ്മുടെ പണ്ടത്തെ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ചുമയുടെയൊക്കെ മരുന്നൊക്കെ മേടിക്കില്ല, ഒരു ഡാർക്ക് കളർ ബോട്ടിൽ. ആ സംഭവമാണ്. ഈവൻ ഇപ്പോൾ ഡാർക്ക് കളർ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ലാത്തൊരു ബോട്ടിൽ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്ത് കളയുക. അതായത് ഈ വിറ്റാമിൻ സി സെറം സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓക്സിഡൈസ് ആയി പോകുന്നതാണ്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബോട്ടിലോട്ട് ഇത് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഓൾറെഡി ഡാർക്ക് ബോട്ടിലുണ്ട്, അത് കാരണം ഞാൻ ആ ബോട്ടിലോട്ടാണ് മാറ്റുന്നത്. ഇത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾക്കിപ്പോൾ ഡെയിലി ട്വൈസ് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതിനുശേഷം കാരണം നമ്മൾ ഓൾറെഡി പൗഡറൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്, ഗ്ലിസറിനൊക്കെ. അപ്പം നമ്മൾ ആവശ്യാനുസരണം നമ്മൾ ഇത് ഉണ്ടാക്കി കുറച്ച് എടുത്തെടുത്ത് യൂസ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ വിറ്റാമിൻ സി സെറം ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിലൊരു കാര്യം ഞാൻ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ പൗഡർ ഉപയോഗിച്ചിട്ടാണ്. ഇനി ഈവൻ നിങ്ങൾ ഇപ്പോൾ ടാബ്ലറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 20 ടാബ്ലറ്റ്സ് ഇടണം. അതായത് 20 ടാബ്ലറ്റ്സ് വേണം ഒരു 10% കോൺസെൻട്രേഷനുള്ള ഒരു വിറ്റാമിൻ സി സെറം ഉണ്ടാക്കാനായിട്ട്. അതായത് 20 വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ് പൊടിച്ച് ഇട്ടതിന് ശേഷം, അതായത് നമ്മുടെ ഈ പൗഡറിന് പകരം 20 ടാബ്ലറ്റ് പൊടിക്കുക. ബാക്കിയുള്ളതെല്ലാം സെയിം ആസ് ഇറ്റ് ഈസ്, നമ്മളിപ്പോൾ ഓൾറെഡി മുമ്പ് പറഞ്ഞ മാതിരി. അപ്പോൾ ഇതിൽ രണ്ട് കാര്യം നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിങ്ങൾക്ക് പൗഡർ വേണോ അതോ വിറ്റാമിൻ സി ടാബ്ലറ്റ് മേടിക്കണോ എന്നുള്ളത്, അത് ചോയ്സ് ഈസ് അപ് ടു യു. പക്ഷേ ഞാൻ പറയും പൗഡറാണ് ബെറ്റർ എന്ന് പറയും. കാരണം പൗഡർ രൂപത്തിലാണ് പറഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ്, എളുപ്പമാണ്. ഓൺലൈനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മേടിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വിറ്റാമിൻ സി സെറം ട്രൈ ചെയ്യുക, യൂസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മെൻസ് ഫാഷനും സ്റ്റൈലുമായിട്ടുള്ള പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. പിന്നെ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. വീണ്ടും കാണാം. ഗുഡ് ബൈ.